ഹായ്, വെൽക്കം ടു ലേണിനോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ ജനറേഷനാണ്. അതായത് മോഡ്യൂൾ 9 വരുന്ന ടോപ്പിക്കാണ് പവർ ജനറേഷൻ. അപ്പോൾ പവർ ജനറേഷൻ എന്നുള്ള MCQs ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വിച്ച് ഫ്യൂവൽ ഈസ് അവൈലബിൾ ഇൻ പ്ലെൻറ്റി ഇൻ ഇന്ത്യ ഫോർ പവർ ജനറേഷൻ? ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ കോൾ, ഓപ്ഷൻ ബി ഡീസൽ, ഓപ്ഷൻ സി ഗ്യാസ് ഓയിൽ ആൻഡ് ഓപ്ഷൻ ഡി ഗ്യാസോലീൻ. ഇന്ത്യയിൽ പവർ ജനറേഷന് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ഫ്യൂവൽ ഏതാണ്? ഇപ്പോൾ ഇന്ത്യയിൽ മെയിനായിട്ടും പവർ ജനറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് തെർമൽ പവർ പ്ലാന്റ്സ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ആൻഡ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ്. ഈ 3 പവർ പ്ലാന്റ്സ് ആണ്. ഇതിൽ മോർ ദാൻ 70% വരുന്നത് തെർമൽ പവർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ തെർമൽ പവർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ കോളാണ്. സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ കോൾ. കോൾ ഈസ് അവൈലബിൾ ഇൻ പ്ലെൻറ്റി ഫോർ പവർ ജനറേഷൻ. കോളിനെ ചൂടാക്കി അതിൽ നിന്നുള്ള സ്റ്റീം യൂസ് ചെയ്തിട്ടാണ് തെർമൽ പവർ പ്ലാന്റ്സ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഹീറ്റ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ഇൻ തെർമൽ പവർ പ്ലാന്റ്സ്. Question number 2. Which is the conventional power generation? Options are: option A wind power generation, option B tidal power generation, option C solar power generation and option D thermal power generation. കൺവെൻഷണൽ പവർ ജനറേഷൻ എന്താണ്? കൺവെൻഷണൽ എനർജി സോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നാച്ചുറൽ പ്രോസസ്സ് ഒന്നും വഴി അതിനെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള എനർജി സോഴ്സസിനെയാണ് കൺവെൻഷണൽ സോഴ്സസ് എന്ന് പറയുന്നത്. നമ്മൾ വളരെ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന എനർജി സോഴ്സസ് ആണ്. ബട്ട് ദേ ആർ നോൺ റിന്യൂവബിൾ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഈ കൺവെൻഷണൽ പവർ ജനറേഷൻ ഏതാണ് വരുന്നത്? കൺവെൻഷണൽ എനർജി സോഴ്സസ് വരുന്നത് ഏതിലാണ്? തെർമൽ പവർ ജനറേഷൻ ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. തെർമൽ പവർ ജനറേഷൻ. കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിയുടെ എക്സാമ്പിൾസ് ആണ് കോൾ, oil, natural gas, etc. Question number 3. Which material is used in solar cell? Options are: option A silicon, option B copper, option C antimony and option D phosphorus. സോളാർ സെല്ലിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ഏതാണ്? സിലിക്കോൺ ആണ് അല്ലേ? ഓപ്ഷൻ എ ഈസ് ദ ആൻസർ, സിലിക്കോൺ. എന്തുകൊണ്ടാണ് സിലിക്കോൺ യൂസ് ചെയ്യുന്നത് സോളാർ സെല്ലിൽ? ബിക്കോസ് സിലിക്കോൺ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. എർത്തിൽ ഓക്സിജൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള എലമെൻ്റ് ആണ് സിലിക്കോൺ. അതുകൊണ്ട് സിലിക്കോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സോളാർ സെല്ലിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സിലിക്കോൺ ഹാസ് ഹയർ കൺവേർഷൻ എഫിഷ്യൻസി, അതായത് കൂടുതൽ സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂറബിൾ. സിലിക്കോൺ യൂസ് ചെയ്യുമ്പോൾ ഒരു 25 years ഒക്കെ വാറൻറ്റി കിട്ടും. ആൻഡ് ഇറ്റ്സ് എ സേഫ് എലമെൻറ്റ്, നോൺ ടോക്സിക് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ്. Question number 4. What is the name of the atomic material used for nuclear fission in nuclear power station? Options are: option A silicon, option B uranium, option C antimony and option D cadmium. ഇപ്പോൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ, അറ്റോമിക് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ന്യൂക്ലിയർ ഫിഷൻ. ഇപ്പോൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ് ന്യൂക്ലിയർ എനർജി ജനറേറ്റ് ചെയ്യുന്നത്. ന്യൂക്ലിയർ ഫിഷനിൽ യൂസ് ചെയ്യുന്ന അറ്റോമിക് മെറ്റീരിയൽ ഈസ് യുറേനിയം. ഓപ്ഷൻ ബി ഈസ് ആൻസർ, യുറേനിയം. യുറേനിയം, തോറിയം ആണ് നമ്മൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്ന 2 മെറ്റീരിയൽസ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് യുറേനിയം ആണ്. ആൻഡ് ദാറ്റ് ഈസ് യുറേനിയം 235, U235. ഇതാണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ന്യൂക്ലിയർ ഫിഷൻ വഴിയാണ് ഈ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലെ ന്യൂക്ലിയർ എനർജി ജനറേറ്റ് ചെയ്യപ്പെടുന്നത്. ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറഞ്ഞാൽ അതിൽ യുറേനിയം ആറ്റംസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. Question number 5. Which is the non-conventional energy source? Options are: option A wind, option B coal, option C steam and option D diesel. Non-conventional energy source, അതായത് റിന്യൂവബിൾ എനർജി സോഴ്സ്. എന്താണ് നോൺ കൺവെൻഷണൽ ഓർ റിന്യൂവബിൾ എനർജി സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും, അൺലിമിറ്റഡ് ആണ്.
നാച്ചുറൽ പ്രോസസ്സ് വഴി ഇത് വീണ്ടും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതിൽ വരുന്ന നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് ഏതാണ്? വിൻഡ്. ഓപ്ഷൻ എ, വിൻഡ്. വിൻഡ് ഈസ് എ നോൺ കൺവെൻഷണൽ ഓർ റിന്യൂവബിൾ എനർജി സോഴ്സസ് വിച്ച് ആർ കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ നേച്ചർ. ഈ നോൺ കൺവെൻഷണൽ ഓർ റിന്യൂവബിൾ എനർജി സോഴ്സസിൻ്റെ എക്സാമ്പിൾസ് ആണ് വിൻഡ്, ടൈഡ്സ്, സോളാർ, ബയോമാസ്, ഇതൊക്കെ. Question number 6. Which is the natural source of energy? Options are option A, sun, option B, heat, option C, coal, and option D, biogas. Natural source of energy ഏതാണ്? Sun. Option A, sun. Sun is the primary source of energy, അല്ലേ? ആൻഡ് സോളാർ എനർജി എന്ന് പറയുന്നത് ഒരു നോൺ കൺവെൻഷണൽ എനർജി സോഴ്സ് ആണ്, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജി സോഴ്സ് ആണ്. ആൻഡ് ഈ സോളാർ എനർജി, സണ്ണിലെ എനർജി ജനറേറ്റ് ചെയ്യുന്നത് ഫ്യൂഷൻ വഴിയാണ്, ന്യൂക്ലിയർ ഫ്യൂഷൻ. നമ്മൾ മുമ്പേ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ ന്യൂക്ലിയർ എനർജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏത് പ്രോസസ്സാണ് എന്നാണ് പറഞ്ഞത്? ദറ്റ് ഈസ് ന്യൂക്ലിയർ ഫിഷൻ. രണ്ടും മാറിപ്പോകരുത്. ന്യൂക്ലിയർ ഫിഷൻ ആണ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് സണ്ണിൽ എനർജി ജനറേഷൻ ഹാപ്പൻ ചെയ്യുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ്. Question number 7. What is the main disadvantage of non-conventional power generation? Options are option A, poor efficiency, option B, no constant generation, option C, can use only light loads, and option D, heavy load cannot be operated. Non-conventional അല്ലെങ്കിൽ renewable energy sources വെച്ചിട്ടുള്ള പവർ ജനറേഷൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? പൂവർ എഫിഷ്യൻസി. നോൺ കൺവെൻഷണൽ എനർജി സോഴ്സസിന് എഫിഷ്യൻസി വളരെ കുറവാണ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി മെയിൻ ഡിസഡ്വാൻറ്റേജ്. മറ്റ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇലക്ട്രിസിറ്റി ജനറേഷൻ കപ്പാസിറ്റി ഈസ് നോട്ട് ലാർജ് എനഫ്. അതായത് ഒരുപാട് ഈ ഒരു നോൺ കൺവെൻഷണൽ സോഴ്സസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തല്ല പവർ ജനറേഷൻ നിൽക്കുന്നത്. നമുക്ക് മറ്റ് സോഴ്സസിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. സോ അത്ര ഒരു ലാർജ് സ്കെയിലിൽ എനർജി ജനറേഷൻ ഇപ്പോഴും ഹാപ്പൻ ചെയ്തിട്ടില്ല. അൺറിലയബിൾ, അതായത് ഈ റിന്യൂവബിൾ എനർജി സോഴ്സസിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് മിക്കവാറും അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എഫിഷ്യൻസി ഈസ് ലോ. അതുപോലെ റിന്യൂവബിൾ എനർജി ജനറേഷൻ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഇൻസ്റ്റാൾ ചെയ്യാൻ എക്സ്പെൻസീവ് ആണ്. അതായത് വിൻഡ് ടർബൈൻസ്, ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ ഇറ്റ് വിൽ കോസ്റ്റ് എ ലോട്ട് ആൻഡ് ഓൾസോ ദേ റിക്വയർ എ ലോട്ട് ഓഫ് സ്പേസ്. Question number 8. Name the constituent marked as X of the schematic arrangement of hydroelectric plant. ഇപ്പോൾ ഇവിടെ ഫിഗറിൽ ഒരു പാർട്ട് എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ പെൻ സ്റ്റോക്ക്, ഓപ്ഷൻ ബി സർജ് ടാങ്ക്, ഓപ്ഷൻ സി വാൽവ് ഹൗസ് ആൻഡ് ഓപ്ഷൻ ഡി പവർ ഹൗസ്. ഏതാണ് ഈ കാണിച്ചിരിക്കുന്നത്? ഒരു ചെറിയ ടാങ്ക് പോലെയാണ് അല്ലേ? ഇറ്റ്സ് എ സർജ് ടാങ്ക്. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ, സർജ് ടാങ്ക്. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ ടർബൈനിലോട്ട് വാട്ടർ ഫ്ലോ ചെയ്യുന്നത് ക്ലോസ്ഡ് കോൺഡ്യൂട്ട്സ് വഴിയാണ്. അപ്പോൾ ഈ ക്ലോസ്ഡ് കോൺഡ്യൂട്ട്സിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ദെയർ വിൽ ബി ടു മച്ച് പ്രഷർ. ഈ പ്രഷറിനെതിരായിട്ടുള്ളൊരു പ്രൊട്ടക്ഷനായിട്ടാണ് സർജ് ടാങ്ക് യൂസ് ചെയ്യുന്നത്. സർജ് ടാങ്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ റിസർവോയർ ആണ്. ഇതിൻ്റെ ഉള്ളിലെ വാട്ടർ ലെവൽ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതിൻ്റെ ടോപ്പ് ഓപ്പൺ ആയിട്ടായിരിക്കും യൂഷ്വലി ഇരിക്കുന്നത്. ഇതിനുള്ളിലെ വാട്ടർ ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് ഈ കോൺഡ്യൂട്ട്സിനുള്ളിലെ പ്രഷർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സർജ് ടാങ്ക് യൂഷ്വലി കോൺഡ്യൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിരിക്കും ലൊക്കേറ്റ് ചെയ്യുന്നത്. Question number 9. Which power generation requires heavy water treatment plant? Options are option A hydel power generation, option B diesel power generation, option C thermal power generation and option D nuclear power generation. ഹെവി വാട്ടർ യൂസ് ചെയ്യുന്നത് ഏത് പവർ പ്ലാന്റിലാണ്? ന്യൂക്ലിയർ പവർ പ്ലാന്റിലാണ്. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി ന്യൂക്ലിയർ പവർ ജനറേഷൻ. ഇപ്പോൾ ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിൽ ഒരു കൂളൻ്റ് ആയിട്ടും മോഡറേറ്ററായിട്ടും ഹെവി വാട്ടറിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സിലെ എനർജി ജനറേഷൻ നടക്കുന്നത് ഫിഷൻ വഴിയാണ്. അപ്പോൾ ഈ ഫിഷൻ റിയാക്ഷൻ കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റിനെ ട്രാൻസ്ഫർ ചെയ്ത് സെക്കൻഡറി കൂളൻ്റ് ആയിട്ടുള്ള ലൈറ്റ് വാട്ടറിലേക്ക് എത്തിക്കുന്നത് ഈ ഹെവി വാട്ടറാണ്.
ദാറ്റ്സ് ഹെവി വാട്ടർ ആക്ട്സ് ആസ് എ പ്രൈമറി കൂളൻ്റ് ഇൻ ന്യൂക്ലിയർ റിയാക്ടർ. അതുപോലെ തന്നെ ന്യൂക്ലിയർ ഫിഷൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന ന്യൂട്രോൺസ്, ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഈ ന്യൂട്രോൺസിനെ സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മോഡറേറ്ററായിട്ടും ഹെവി വാട്ടർ ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഹെവി വാട്ടർ ആക്ട് ആസ് എ പ്രൈമറി കൂളൻ്റ് ആൻഡ് moderator in nuclear power plants. Question number 10. Which turbine is used for high heads in hydroelectric power plants? Options are option A, Kaplan turbine, option B, impulse turbine, option C, Francis turbine, and option D, reaction turbine. Turbine used for high heads. Answer വരുന്നത് ഇമ്പൾസ് ടർബൈൻ ആണ്. ഓപ്ഷൻ ബി, ഇമ്പൾസ് ടർബൈൻ ഈസ് യൂസ്ഡ് ഫോർ ഹൈ ഹെഡ് ആൻഡ് ലോ ഡിസ്ചാർജ്. ഇമ്പൾസ് ടർബൈൻ്റെ ഒരു എക്സാമ്പിളാണ് പെൽറ്റൻ ടർബൈൻ. പെൽറ്റൻ ടർബൈൻ തന്നാലും ദാറ്റ് ഈസ് ദ ആൻസർ. ഇമ്പൾസ് ടർബൈന് പകരം ചിലപ്പോൾ പെൽറ്റൻ ടർബൈൻ എന്നായിരിക്കും ഓപ്ഷനിൽ പറയുക. സോ പെൽറ്റൻ ടർബൈൻ ഈസ് ആൻ ഇമ്പൾസ് ടർബൈൻ. ആൻഡ് കപ്ലാൻ ടർബൈൻ ആൻഡ് ഫ്രാൻസിസ് ടർബൈൻ, ഇത് രണ്ടും ഈ റിയാക്ഷൻ ടർബൈൻസ് ആണ്. കപ്ലാൻ ടർബൈൻ ആൻഡ് ഫ്രാൻസിസ് ടർബൈൻ ബോത്ത് ആർ റിയാക്ഷൻ ടർബൈൻസ്. കപ്ലാൻ ടർബൈൻ ഈസ് യൂസ്ഡ് ഫോർ ലോ ഹെഡ് ഹൈ ഡിസ്ചാർജ് ആൻഡ് ഫ്രാൻസിസ് ടർബൈൻ ഈസ് യൂസ്ഡ് ഫോർ മീഡിയം ഹെഡ് മീഡിയം ഡിസ്ചാർജ്. Question number 11. What is the function of penstocks in hydro power stations? Options are option A, carries water to dam, option B, carries water to turbines, option C, carries away from powerhouse, option D, discharges surplus water from reservoir. Penstocks in hydro power stations. Penstocks എന്ന് പറയുന്നത് ഹ്യൂജ് പൈപ്പ്സ് ആണ് അല്ലേ, ഹ്യൂജ് പൈപ്പ്സ് വിച്ച് ക്യാരീസ് വാട്ടർ. അപ്പോൾ ഇത് എങ്ങോട്ടേക്കാണ് ഈ വാട്ടർ കൊണ്ടുപോകുന്നത്? ക്യാരീസ് വാട്ടർ ടു ടർബൈൻസ് ആണ്. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. ഡാമിൽ നിന്നും ടർബൈനിലോട്ട് വാട്ടർ ക്യാരി ചെയ്യാനായിട്ടാണ് പെൻസ്റ്റോക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡാമിൽ നിന്നും ടർബൈനിലേക്ക് വാട്ടറിനെ ക്യാരി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഹ്യൂജ് പൈപ്പ്സ്, അതാണ് ഈ പെൻസ്റ്റോക്ക് എന്ന് പറയുന്നത്. ഈ പെൻസ്റ്റോക്സ് ആർ യൂഷ്വലി മെയ്ഡ് ഓഫ് സ്റ്റീൽ ഓർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്. സോ പെൻസ്റ്റോക്സ് വാട്ടറിനെ ക്യാരി ചെയ്ത് ടർബൈൻസിൽ എത്തിക്കുന്നു. ആൻഡ് ടർബൈൻ കൺവേർട്സ് ദിസ് ഹൈഡ്രോളിക് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി ആൻഡ് ഡ്രൈവ്സ് ദ ഓൾട്ടർനേറ്റർ. Alternator converts this mechanical energy into electrical energy. This is how energy generation happens in hydroelectric power plants. Question number 12. What is the purpose of boiler in a steam power station? Options are option A, superheats the steam, option B, heats feed water and air, option C, converts water into steam, and option D, liberates the heat from burned fuel. ഒരു സ്റ്റീം പവർ സ്റ്റേഷനിലെ ബോയിലറിൻ്റെ പർപ്പസ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ബോയിലർ? എന്താണ് ബോയിലർ ചെയ്യുന്നത്? ബോയിലർ വാട്ടറിനെ പ്രഷറൈസ്ഡ് സ്റ്റീം ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ദറ്റ് ഈസ് ഓപ്ഷൻ സി, കൺവേർട്സ് വാട്ടർ ഇൻറ്റു സ്റ്റീം. ദറ്റ് ഈസ് ദ ആൻസർ. ഇനി ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് സൂപ്പർ ഹീറ്റ്സ് ദ സ്റ്റീം. സൂപ്പർ ഹീറ്റ്സ് അതായത് നമുക്ക് ഈ ബോയിലറിൽ നിന്ന് വരുന്ന സ്റ്റീം ഫുൾ ഡ്രൈ ആയിരിക്കത്തില്ല, സ്റ്റിൽ വെറ്റായിരിക്കും. അപ്പോൾ അതിനെ സൂപ്പർ ഹീറ്റ് ചെയ്യുന്നു. ആ സ്റ്റീമിനെ സൂപ്പർ ഹീറ്റ് ചെയ്യുന്ന ആരാണ്? സൂപ്പർ ഹീറ്ററാണ് അത് ചെയ്യുന്നത്. ആൻഡ് ഹീറ്റ്സ് ഫീഡ് വാട്ടറിനെ ഹീറ്റ് ചെയ്യുന്നത് എക്കണോമൈസറാണ്. ഇവിടെ ബോയിലറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബോയിലർ കൺവേർട്സ് വാട്ടർ ഇൻറ്റു പ്രഷറൈസ്ഡ് സ്റ്റീം. അപ്പോൾ ബോയിലർ കൺവേർട്സ് വാട്ടർ ഇൻറ്റു സ്റ്റീം അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. The flue gases from the boiler travels through superheater, economizer, air preheater and exhausted to the atmosphere. Question number 13. Which type of power plant is most efficient? Options are option A, diesel plant, option B, steam power, option C, hydroelectric and option D, nuclear power. ഏറ്റവും എഫിഷ്യൻസി ഉള്ള പവർ പ്ലാന്റ്, which is the correct answer? Option C, hydroelectric. ഹൈഡ്രോഇലക്ട്രിക് പവർ പ്ലാന്റിനാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉള്ളത്.
ഇതിൽ ഡീസൽ പവർ പ്ലാന്റിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് അറൗണ്ട് 35% ആണ്. ഈ സ്റ്റീം പവർ പ്ലാന്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിന് അറൗണ്ട് 29% എഫിഷ്യൻസിയാണ് വരുന്നത്. ആൻഡ് ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ആണെങ്കിൽ ഇറ്റ് ഹാസ് 40 to 45% എഫിഷ്യൻസി. 40 to 45. ഈ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സിൻ്റെ കേസ് ആണെങ്കിൽ ഇറ്റ് ഹാസ് 85 to 90% efficiency. So hydroelectric power plant has more efficiency than any other power plants. Hydroelectric power plants conversion losses വളരെ കുറവാണ്. So the efficiency is very high. Question number 14. Which material is used as a control rod in a nuclear reactor? Options are option A thorium, option B graphite, option C cadmium and option D tungsten. കൺട്രോൾ റോഡിൻ്റെ ന്യൂക്ലിയർ റിയാക്ടർ. കൺട്രോൾ റോഡിൻ്റെ ഫങ്ഷൻ എന്താണ്? അതായത് ന്യൂട്രോൺസിൻ്റെ സപ്ലൈ റെഗുലേറ്റ് ചെയ്ത് ഫർദർ ഫിഷൻ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് കൺട്രോൾ റോഡിൻ്റെ ഫങ്ഷൻ. അപ്പോൾ കൺട്രോൾ റോഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ന്യൂട്രോൺസിനെ അബ്സോർബ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളതായിരിക്കണം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് കൺട്രോൾ റോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ കാഡ്മിയം ആണ്. ഓപ്ഷൻ സി കാഡ്മിയം ഈസ് ദ ആൻസർ ഹിയർ. കാഡ്മിയം കൂടാതെ ബോറോൺ നമ്മൾ കൺട്രോൾ റോഡായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. വിച്ച് ഈസ് ദ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ഓഫ് ബയോഗ്യാസ്? ഓപ്ഷൻസ് ആർ ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി മീഥെയിൻ, ഓപ്ഷൻ സി ഹൈഡ്രജൻ ആൻഡ് ഓപ്ഷൻ ഡി കാർബൺ ഡയോക്സൈഡ്. ബയോഗ്യാസിലെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. അപ്പോൾ ബയോഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് വേസ്റ്റിൻ്റെ ഡീകമ്പോസിഷനിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ബയോ ഫ്യൂവലാണ് ഈ ബയോഗ്യാസ്. ഇപ്പോൾ ഓർഗാനിക് വേസ്റ്റിൽ നിന്നും ഉണ്ടാകുന്നതായതുകൊണ്ട് ബയോഗ്യാസ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ആണ്. അപ്പോൾ അതിലെ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുന്നത് മീഥെയിൻ ആണ്. ഓപ്ഷൻ ബി മീഥെയിൻ ഈസ് ദ ആൻസർ. അപ്പോൾ ബയോഗ്യാസിൽ മീഥെയിൻ ഉണ്ട്, കാർബൺ ഡയോക്സൈഡ് ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും വരുന്നത് മീഥെയിൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ആണ്. മീഥെയിൻ 50 to 75%, കാർബൺ ഡയോക്സൈഡ് 25 to 50% ആണ് ഉള്ളത്. നൈട്രജനും ഹൈഡ്രജനും ചെറിയ എമൗണ്ട്സിലാണ് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻസിനകത്ത് മീഥെയിനും കാർബൺ ഡയോക്സൈഡും തന്നിട്ടുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് മീഥെയിൻ തന്നെയാണ്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി